നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ എ ആർ സ്മിത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചുള്ളതാണ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് നമുക്കിവിടെ വരുന്നത് വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് വെരിക്കോസ് വെയിൻ നിൽക്കുന്നത് കൊണ്ടാണ് വരുന്നത്, നടക്കുന്നത് കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ. ഞാനപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ ഈ ഭാഗത്ത് പണ്ടാണെങ്കിൽ റോഡില്ല, വരമ്പാണ്, എല്ലാവരും നടന്നാണ് പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെയൊക്കെ കാലത്ത് ചോദിച്ചപ്പോൾ ഇവിടുന്ന് കൊട്ടാരക്കര വരെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്, സ്കൂൾ ബസ് തൊട്ടടുത്ത് വരുമോ? അത്ര പോലും നിൽക്കുകയോ നടക്കുകയോ ചെയ്യാത്തൊരു ജനതയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിലാണ് വെരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ രോഗങ്ങളെയും പോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലി, ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും അമിതമായിട്ടുള്ള എരിവ് നമ്മുടെ ഒരു ജനതയുടെ, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ അമിതമായിട്ടുള്ള എരിവ് വളരെ ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായിട്ടുള്ള എരിവ് കഴിച്ചുണ്ടാകുന്ന രക്തവും പഴം കഴിച്ചുണ്ടാകുന്ന രക്തവും ഒരുപോലിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സഫാരി ചാനലിലാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടു. അദ്ദേഹം ലോകത്തെമ്പാടും പോയി ഫുഡ് കഴിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നൊരു പ്രധാന കാരണമുണ്ട്, ഇത്രയധികം എരിവ് കഴിക്കുന്നൊരു ജനത നമ്മുടെ കേരളത്തിലും പിന്നെ ആന്ധ്രയിലും മാത്രമേ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. ലോകത്തൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം എരിവ് കഴിക്കുന്നൊരു ജനതയാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളത്. അപ്പോൾ എരിവ് കഴിച്ചുണ്ടാകുന്ന രക്തവും അതുപോലത്തെ രക്തമായിരിക്കും. അതുപോലെ തന്നെയാണ് അച്ചാറിൻ്റെ അമിത ഉപയോഗം. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് 1-2 അച്ചാറാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എന്തിനെ കിട്ടിയാലും പിടിച്ചങ്ങ് അച്ചാറിടുന്ന സ്ഥിതിയാണ്. എന്തെല്ലാം ടൈപ്പ് അച്ചാറായെന്നുള്ളത്. ഈ ഇത്രയും ഇതേപോലെ എരിവും പുളിയും ഉപ്പും ഉള്ള സാധനം അച്ചാറ് പോലെ വേറെയില്ല. അച്ചാറ് കഴിച്ചുണ്ടാകുന്ന രക്തവും അതുപോലത്തെ രക്തമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അമിതമായുള്ള എരിവ്, പുളി, ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ വെരിക്കോസ് വെയിൻ അടക്കമുള്ള രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇതിന് പല സ്റ്റേജുകളായിട്ടുണ്ട്. ഇതാണ് പിന്നീട് വാൽവിൻ്റെ തകരാറിലേക്കും മറ്റ് ബുദ്ധിമുട്ടിലേക്കും പോകുന്നത്. പല സ്റ്റേജായിട്ടുണ്ടാവും. അത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ അവിടെ ഡിസ്കളറേഷൻ വരും. ആദ്യം ആദ്യം ബൾജിങ് വരും, അതിനുശേഷമാണെങ്കിൽ ഡിസ്കളറേഷൻ വരും. ആദ്യം ബ്രൗൺ ആയിരിക്കും, പിന്നീട് ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ അശുദ്ധ രക്തം വരുന്നത് കൊണ്ട് തന്നെയാണെങ്കിൽ അവിടെയാണെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. ഈ ചൊറിച്ചിൽ കൂടി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ചിലപ്പോൾ ശരീരം സ്വയം തന്നെ പൊട്ടിച്ച് ഈ അശുദ്ധ രക്തത്തെ കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. അത് ശരീരം സ്വയം ചെയ്യുന്നതാണ്, ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ചൊറിഞ്ഞിട്ട് അവിടെയാണെങ്കിൽ അൾസർ പോലെ ആവും, വെരിക്കോസ് അൾസർ. അത് പലപ്പോഴും കരിയാൻ വളരെ പ്രയാസമാണ്. അവിടേക്കാണ് നമ്മുടെ ചികിത്സാ രീതികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അശുദ്ധ രക്തത്തെ എടുക്കുന്ന നിരവധി ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. രക്തമോക്ഷ ചികിത്സ അതിലൊന്നാണ്. എല്ലാ വെരിക്കോസ് വെയിനും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. നമ്മൾ ചില സമയത്താണെങ്കിൽ അവർക്കാണെങ്കിൽ ലീച്ച് വെച്ചിട്ടായിരിക്കും നമ്മളാണെങ്കിൽ അശുദ്ധ രക്തം എടുക്കുന്നത്. ചിലപ്പം സ്ഥിരാവേദനം, ബ്ലഡ് ലെറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ശൃംഗം അല്ലെങ്കിൽ കൊമ്പ് വയ്ക്കുക എന്ന ചികിത്സാ രീതിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രച്ഛാനം എന്ന ചികിത്സാ രീതി ഉണ്ടാകും. ഇതിനൊപ്പം തന്നെയാണെങ്കിൽ ശരീരത്തിലെ ടോക്സിൻസിനെ മാറ്റാൻ പഞ്ചകർമ്മ ചികിത്സകൾ, അതായത് വസ്തു പോലുള്ള ചികിത്സകൾ, അതൊക്കെ ശരീരത്തിലെ ടോക്സിൻസ് മാറ്റാൻ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഇത്തരം രോഗത്തെയാണെങ്കിൽ മികച്ച രീതിയിൽ നമുക്കാണെങ്കിൽ ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആ രോഗിയാണെങ്കിൽ ഈ പറയുന്ന ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഒരു മാറ്റം നമ്മൾ കൃത്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പറയുന്നത് ഒപ്പം തന്നെയാണെങ്കിൽ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്കവാറും ഈ ബേക്കറി സാധനങ്ങളൊക്കെ തന്നെയാണെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മാരകമായിട്ടുള്ള പ്രിസർവേറ്റീവുകൾ, സോഡിയം ബെൻസോനേറ്റുള്ള പ്രിസർവേറ്റീവ്സുകളെ, ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കളറുകളെ, ഇതൊക്കെ തന്നെയാണെങ്കിൽ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. അപ്പം ഇത് ഒഴിവാക്കുക. അതേപോലെ മൈദയുടെ സാധനങ്ങൾ, പൊറോട്ട പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അതേപോലെ കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഇതൊക്കെയാണെങ്കിൽ ഒഴിവാക്കുക. ഇതൊക്കെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ നിങ്ങൾക്കാണെങ്കിൽ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് അൾസറുമായിട്ട് ബന്ധപ്പെട്ട രോഗികളാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് കൂടുതലും. അപ്പോൾ അതിന് മികച്ച ചികിത്സ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ചികിത്സയ്ക്കൊന്നും പോകാതെ, അപ്പോൾ ഇത്തരം ചികിത്സ നിങ്ങളാണെങ്കിൽ ഫലപ്രദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വെരിക്കോസ് വെയിൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. പലപ്പോഴും ഇത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന അശുദ്ധ രക്തം അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ കാരണമായിട്ടുള്ള അശുദ്ധ രക്തം പല രോഗങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കൊളസ്ട്രോൾ, മിക്കവാറും വെരിക്കോസുകാർക്കൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെയാണെങ്കിൽ ഡയബറ്റിക്സ്, പ്രഷറിലേക്കൊക്കെ നയിക്കുന്നതും ഇതേ രക്തം തന്നെയാണ്. മാത്രമല്ല പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ, സെല്ലുലൈറ്റിസ് ആവാം, വെരിക്കോസ് അൾസർ ആവാം, അതൊക്കെ വളരെ
കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പം അത്തരം രോഗത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെയാണെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് മികച്ച ചികിത്സ ആണെങ്കിൽ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അപ്പോൾ കൃത്യമായ ചികിത്സകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം തന്നെ പരിഹരിക്കാവുന്ന ഒരു രോഗമാണ് വെരിക്കോസ് വെയിൻ.